പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതും എന്നാൽ പലപ്പോഴും നാം സൗകര്യപൂർവ്വം മറന്നുപോകുന്നതുമായ ഒന്നാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചും അവ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിനെ എങ്ങനെ വിവേകപൂർവ്വം നേരിടാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ആത്മീയമായ അന്വേഷണങ്ങളിലും ധ്യാനത്തിനായുള്ള ശ്രമങ്ങളിലും നാം ഏർപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പതിയുന്നത് ശരീരത്തിന്റെ അച്ചടക്കത്തിലോ വാക്കിന്റെ ശുദ്ധിയിലോ മാത്രമായി ഒതുങ്ങിപ്പോകാറുണ്ട്. ഇവ രണ്ടും അത്യന്താപേക്ഷിതമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ ഇവയ്ക്കുമപ്പുറം നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെയും ധ്യാനത്തിന്റെ ആഴത്തെയും നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു ഘടകമുണ്ട്. അതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. കണ്ണും കാതും മൂക്കും നാക്കും ശരീരവും അടങ്ങുന്ന ഈ 5 വാതിലുകൾ. ഇവയെ എങ്ങനെ കാത്തുസൂക്ഷിക്കാം എന്നത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ജീവൽപ്രധാനമാണ്. സാധാരണയായി നാം കേൾക്കാറുള്ള ധാർമ്മിക ഉപദേശങ്ങളിൽ സത്യം പറയുക, മോഷ്ടിക്കാതിരിക്കുക, അക്രമം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മുൻഗണന ലഭിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ മനസ്സ് ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്ന പ്രധാന കവാടങ്ങളായ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നാം വേണ്ടത്ര ജാഗ്രത പുലർത്താറില്ല എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ധ്യാനത്തെയും ദൈനംദിന ജീവിതത്തിലെ സമാധാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഇന്ദ്രിയങ്ങളാണ്. ഈ പാലം ബലമുള്ളതല്ലെങ്കിൽ ഈ പാലത്തിലൂടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നുവരാം എന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കോട്ടയ്ക്കുള്ളിൽ സമാധാനം നിലനിർത്തുക എന്നത് അസാധ്യമായ കാര്യമായിത്തീരും. ബുദ്ധന്റെ അധ്യാപനങ്ങളിൽ ഇന്ദ്രിയ സംവരം എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കേവലം ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുക എന്നോ അടിച്ചമർത്തുക എന്നോ അല്ല നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഒരു കാവൽക്കാരനെപ്പോലെ ജാഗ്രതയോടെ ഇരിക്കുക എന്നാണ് ഇതിനർത്ഥം. ഒരു വീടിന് പ്രധാന വാതിൽ ഉള്ളതുപോലെയാണ് മനസ്സിന് ഇന്ദ്രിയങ്ങൾ. വാതിൽ എപ്പോഴും തുറന്നിട്ടാൽ തെരുവിലലയുന്ന പൊടിയും പുകയും മാത്രമല്ല, മോഷ്ടാക്കളും ആ വീട്ടിലേക്ക് കടന്നുവരും. എന്നാൽ വാതിൽ ആവശ്യത്തിനു മാത്രം തുറക്കുകയും അനാവശ്യമായ സമയങ്ങളിൽ അടച്ചിടുകയും ആര് വരുന്നു പോകുന്നു എന്ന് ശ്രദ്ധിക്കാൻ ഒരു കാവൽക്കാരനെ നിയോഗിക്കുകയും ചെയ്താൽ ആ വീട് സുരക്ഷിതമായിരിക്കും. ഇതുതന്നെയാണ് ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. കണ്ണിലൂടെ കാണുന്ന കാഴ്ചകളും കാതിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങളും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഈ സ്വാധീനം പലപ്പോഴും നമ്മെ അസ്വസ്ഥതകളിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നു. ഈ ആശയം കൂടുതൽ വ്യക്തമാക്കാൻ ബുദ്ധസാഹിത്യത്തിൽ അതീവ ലളിതവും എന്നാൽ അർത്ഥവത്തായതുമായ ഒരു കഥയുണ്ട്. ഒരു നദീതീരത്ത് ഭക്ഷണം തേടിയിറങ്ങിയ ഒരു ആമയുടെയും അതിനെ പിടികൂടാൻ ശ്രമിക്കുന്ന ഒരു കുറുക്കന്റെയും കഥയാണത്. നദീതീരത്ത് പതുക്കെ നടന്നു നീങ്ങുന്ന ആമ ദൂരെ നിന്ന് വിശന്നുവരുന്ന കുറുക്കനെ കാണുന്നു. അപകടം മണത്ത ആമ പെട്ടെന്ന് തന്നെ തന്റെ 4 കാലുകളും തലയും വാലുമെല്ലാം തന്റെ ഉറപ്പുള്ള തോടിനുള്ളിലേക്ക് വലിക്കുന്നു. കുറുക്കൻ ഓടിയെത്തി ആമയുടെ പുറന്തോട് മാന്തി നോക്കുകയും കടിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആമ അനങ്ങുന്നില്ല. കുറേ നേരം കാത്തിരുന്നിട്ടും ആമ പുറത്തുവരുന്നില്ല എന്ന് കണ്ടപ്പോൾ നിരാശനായ കുറുക്കൻ ആ ഇരയെ ഉപേക്ഷിച്ച് സ്ഥലം വിടുന്നു. കുറുക്കൻ പോയി എന്ന് ഉറപ്പായപ്പോൾ മാത്രം ആമ സാവധാനം പുറത്തേക്ക് വരുന്നു. ഈ കഥയിൽ ആമ എന്നത് നമ്മളോരോരുത്തരുമാണ്. കുറുക്കൻ എന്നത് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കാത്തുനിൽക്കുന്ന ബാഹ്യലോകത്തെ പ്രലോഭനങ്ങളും തിന്മകളുമാണ്. നമ്മുടെ കണ്ണും കാതും ഉൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളാണ് ആമയുടെ അവയവങ്ങൾ. അപകടകരമായ ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ മനസ്സിനെ മലിനമാക്കുന്ന ഒരു കാഴ്ചയോ ശബ്ദമോ വരുമ്പോൾ ആമയെപ്പോലെ നാമും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ജാഗ്രത പാലിക്കണം. അങ്ങനെ ചെയ്താൽ തിന്മയുടെ ശക്തികൾക്ക് നമ്മെ പിടികൂടാൻ കഴിയില്ല. മറിച്ച് ആമ തന്റെ തല പുറത്തിട്ട് കുറുക്കനെ നോക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലോ അത് കുറുക്കന് ആഹാരമാകുമായിരുന്നു. ഇതുപോലെയാണ് നാമും. അനാവശ്യമായ കാഴ്ചകളിലും ശബ്ദങ്ങളിലും രസങ്ങളിലും നാം കുടുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ സമാധാനം നഷ്ടപ്പെടുകയും നാം ദുഃഖത്തിനടിമപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മായ എന്നോ പിശാചെന്നോ ഒക്കെ വിളിക്കാവുന്ന വിപരീത ഊർജ്ജങ്ങൾ എപ്പോഴും തക്കം പാർത്തിരിക്കുകയാണ്. അവയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഒരു രൂപം കാണുമ്പോൾ അതിനോട് നമുക്ക് ആകർഷണമോ വെറുപ്പോ തോന്നാം. സുന്ദരമായ ഒന്ന് കാണുമ്പോൾ അത് സ്വന്തമാക്കാനുള്ള ആർത്തി ഉണ്ടാകുന്നു. അരോചകമായ ഒന്ന് കാണുമ്പോൾ അതിനോട് വെറുപ്പും കോപവും ഉണ്ടാകുന്നു. ഈ 2 പ്രതികരണങ്ങളും മനസ്സിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നവയാണ്. ഇവിടെയാണ് ഇന്ദ്രിയ സംവരം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ കാവൽ പ്രസക്തമാകുന്നത്. കാണുന്നതിനെ വെറും കാഴ്ചയായും കേൾക്കുന്നതിനെ വെറും ശബ്ദമായും മാത്രം കാണാൻ പഠിക്കുക. അതിനോട് വൈകാരികമായി പ്രതികരിക്കാതെ ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണുക. ഇതാണ് ആമ തോടിനുള്ളിലേക്ക് വലിയുന്നതുപോലെ മനസ്സിനെ സുരക്ഷിതമാക്കുന്ന പ്രക്രിയ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തന രീതിയാണ്. ബാഹ്യലോകത്തുനിന്നുള്ള ഒരു വസ്തു നമ്മുടെ ഇന്ദ്രിയവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അവിടെ ഒരു സ്പർശം നടക്കുന്നു. കണ്ണ് ഒരു കാഴ്ചയിൽ പതിയുന്നു, അല്ലെങ്കിൽ കാത് ഒരു ശബ്ദം കേൾക്കുന്നു. ഈ സ്പർശത്തിൽ നിന്നാണ് വേദന അല്ലെങ്കിൽ അനുഭവമുണ്ടാകുന്നത്. ഈ അനുഭവം സുഖകരമാകാം, ദുഃഖകരമാകാം, അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്തതാകാം. സുഖകരമായ അനുഭവത്തോട് നമുക്ക് ആസക്തി തോന്നുന്നു, അത് നിലനിർത്താൻ നാം ആഗ്രഹിക്കുന്നു. ദുഃഖകരമായ അനുഭവത്തോട് നമുക്ക് വിരോധം തോന്നുന്നു, അതിനെ തള്ളിക്കളയാൻ നാം ശ്രമിക്കുന്നു. ഈ ആസക്തിയും വിരോധവുമാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഇന്ദ്രിയങ്ങളെ കാത്തുസൂക്ഷിക്കുക എന്നത് കണ്ണും കാതും അടച്ചുകെട്ടി ഇരിക്കലല്ല, മറിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ അകത്തുവരുന്ന വിവരങ്ങളെ വിവേകത്തോടെ സ്വീകരിക്കലാണ്.
ഉദാഹരണത്തിന് വഴിയിലൂടെ നടക്കുമ്പോൾ മനോഹരമായ ഒരു വീട് കാണുന്നു എന്ന് കരുതുക. ആ വീട് മനോഹരമാണ് എന്ന അറിവ് മാത്രമാണ് കണ്ണ് നൽകുന്നത്. എന്നാൽ നമ്മുടെ മനസ്സ് അവിടെ നിർത്തുന്നില്ല. എനിക്കും അങ്ങനെയൊരു വീട് വേണം, എനിക്കതില്ലല്ലോ, അവനത് എങ്ങനെ കിട്ടി എന്നിങ്ങനെയുള്ള ചിന്തകളിലേക്ക് നാം വഴുതി വീഴുന്നു. ഇതാണ് അപകടം. ആ കാഴ്ചയെ വെറും കാഴ്ചയായി മാത്രം കണ്ടിരുന്നെങ്കിൽ മനസ്സ് ശാന്തമായിരുന്നേനെ. ആ കാഴ്ചയോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മെ കൊടുക്കുന്നത്. ധ്യാനത്തിലിരിക്കുമ്പോൾ പലപ്പോഴും നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മനസ്സിന്റെ അലച്ചിലാണ്. എന്തുകൊണ്ടാണ് മനസ്സലയുന്നത്? കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നൽകിയ വിവരങ്ങൾ അത്രയേറെ ശക്തമാണ്. കഴിഞ്ഞ ദിവസം കണ്ട സിനിമയിലെ രംഗങ്ങൾ, സുഹൃത്തു പറഞ്ഞ വാക്കുകൾ, കഴിച്ച ഭക്ഷണത്തിന്റെ രുചി, ഇവയെല്ലാം നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നു. ധ്യാനിക്കാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഈ ഓർമ്മകൾ ഓരോന്നായി പൊങ്ങിവരുന്നു. നാം പകൽ മുഴുവൻ ഇന്ദ്രിയങ്ങളെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ധ്യാനസമയത്ത് മനസ്സിനെ വരുതിയിലാക്കാൻ കഠിനമായി പ്രയത്നിക്കേണ്ടിവരും. എന്നാൽ പകൽ സമയങ്ങളിൽ നാം ഇന്ദ്രിയങ്ങളെ ജാഗ്രതയോടെ കാത്തുസൂക്ഷിച്ചിരുന്നുവെങ്കിൽ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത മനസ്സ് മലിനമായ മനസ്സാണെന്ന് പഴയ ഗ്രന്ഥങ്ങൾ പറയുന്നു. മലിനമായ മനസ്സിൽ സന്തോഷം നിലനിൽക്കില്ല. സന്തോഷമില്ലാത്ത മനസ്സിൽ ഏകാഗ്രതയുണ്ടാവില്ല. ഏകാഗ്രതയില്ലാത്ത മനസ്സിൽ ജ്ഞാനം ഉദിക്കില്ല. ജ്ഞാനമില്ലാതെ മുക്തി സാധ്യമല്ല. അതുകൊണ്ട് ആത്മീയപാതയിലെ ഏറ്റവും അടിസ്ഥാനപരമായ പടികളിലൊന്നാണ് ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി. ഇത് ഒരു ദിവസം കൊണ്ട് നേടാവുന്ന ഒന്നല്ല. നിരന്തരമായ പരിശീലനത്തിലൂടെയും ശ്രദ്ധയിലൂടെയും മാത്രമേ ഇത് സാധ്യമാകൂ. നമ്മുടെ മനസ്സിനെ ഒരു തോട്ടമായി സങ്കൽപ്പിക്കുക. ഇന്ദ്രിയങ്ങൾ ആ തോട്ടത്തിലേക്കുള്ള കവാടങ്ങളാണ്. ആ കവാടങ്ങളിലൂടെ കളകളുടെ വിത്തുകൾ ഉള്ളിലേക്ക് വന്നാൽ മനോഹരമായ പൂക്കൾക്ക് പകരം അവിടെ കളകൾ വളരും. അത്യാഗ്രഹം, കോപം, അസൂയ, മോഹം തുടങ്ങിയവയാണ് ആ കളകൾ. ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകൾക്ക് കാവൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ കളവിത്തുകളെ തിരിച്ചറിയുകയും അവയെ ഉള്ളിലേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു കാഴ്ച കാണുമ്പോൾ അതെന്നിൽ കാമമുണർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു വാക്ക് കേൾക്കുമ്പോൾ അതെന്നിൽ കോപം ജനിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്കതിനെ തടയാൻ കഴിയും. ഇത് എനിക്ക് ഗുണകരമല്ല, ഇതെന്റെ സമാധാനം കെടുത്തും എന്ന തിരിച്ചറിവ് മതി ആ ചിന്തയുടെ ശക്തി കുറയാൻ. പലപ്പോഴും നാം കരുതുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സുഖമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്നാണ്. നല്ല ഭക്ഷണം, നല്ല കാഴ്ചകൾ, നല്ല സ്പർശങ്ങൾ, ഇതിലാണ് നാം സന്തോഷം കണ്ടെത്തുന്നത്. എന്നാൽ ഈ സുഖങ്ങളെല്ലാം ക്ഷണികമാണ്. വയറുനിറയെ ഭക്ഷണം കഴിച്ചാൽ കുറച്ചുനേരത്തേക്ക് സംതൃപ്തി തോന്നും. പക്ഷേ മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും വിശക്കും. മനോഹരമായൊരു സംഗീതം കേൾക്കുമ്പോൾ ആനന്ദം തോന്നും. പക്ഷേ അത് അവസാനിക്കുമ്പോൾ നിശബ്ദത ബാക്കിയാകും. ഇന്ദ്രിയങ്ങൾ നൽകുന്ന സുഖം ഒരിക്കലും സ്ഥിരമല്ല. അത് വെള്ളത്തിലെ കുമിള പോലെയാണ്. ഉണ്ടായിക്കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം അതില്ലാതാകുന്നു. ഈ ക്ഷണികമായ സുഖത്തിനു പിന്നാലെ പായുന്നതുകൊണ്ടാണ് നമുക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കാത്തത്. ബുദ്ധൻ ഇന്ദ്രിയങ്ങളെ തീ എന്നാണ് വിശേഷിപ്പിച്ചത്. കണ്ണ് കത്തുന്നു, കാത് കത്തുന്നു, മൂക്ക് കത്തുന്നു. എന്തുകൊണ്ടാണ് അവ കത്തുന്നത്? രാഗം, ദ്വേഷം, മോഹം എന്നീ തീജ്വാലകളാൽ അവ കത്തുകയാണ്. നാം കാണുന്ന ഓരോ കാഴ്ചയും കേൾക്കുന്ന ഓരോ ശബ്ദവും ഈ തീയിലേക്ക് എണ്ണയൊഴിക്കുന്നതുപോലെയാണ്. എണ്ണ ഒഴിക്കുന്തോറും തീ ആളിക്കത്തുന്നു. ആ തീ അണയ്ക്കാനുള്ള ഏക വഴി അതിലേക്ക് ഇന്ധനം നൽകാതിരിക്കുക എന്നതാണ്. ഇന്ദ്രിയങ്ങളാകുന്ന തീയിലേക്ക് അമിതമായ ആസക്തിയാകുന്ന ഇന്ധനം ഒഴിക്കാതിരിക്കുമ്പോൾ ആ തീ പതുക്കെ അടങ്ങുന്നു. അപ്പോൾ അനുഭവപ്പെടുന്ന കുളിർമയും ശാന്തിയുമാണ് യഥാർത്ഥ സന്തോഷം. നാം ലോകത്തെ അറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണില്ലെങ്കിൽ കാഴ്ചയുടെ ലോകമില്ല, കാതില്ലെങ്കിൽ ശബ്ദത്തിന്റെ ലോകമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ അവസാനമെന്ന് ജ്ഞാനികൾ പറയുന്നത് ഭൂമി നശിക്കുന്നതിനെയല്ല, മറിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ആസക്തിയുടെ അവസാനത്തെയാണ്. എപ്പോഴാണോ നാം ഇന്ദ്രിയങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകുന്നത്, അപ്പോൾ നാം ദുഃഖത്തിന്റെ ലോകത്തുനിന്നും മോചിതരാകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജാഗ്രത മുമ്പെന്നത്തേക്കാളും ആവശ്യമാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രലോഭിപ്പിക്കാൻ 1000 വഴികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വർണ്ണപ്പകിട്ടാർന്ന പരസ്യങ്ങൾ, രുചികരമായ ഭക്ഷണങ്ങൾ, ആകർഷകമായ ദൃശ്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ പിടിച്ചുപറ്റാൻ മത്സരിക്കുകയാണ്. നമ്മുടെ ഫോണിലെ സ്ക്രീനുകൾ പോലും നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും കെട്ടിയിടാൻ രൂപകൽപ്പന ചെയ്തവയാണ്. ഈ ഒഴുക്കിൽ പെട്ടുപോകാതിരിക്കാൻ ആമയെപ്പോലെ വിവേകമുള്ളവരാകാൻ നമുക്ക് സാധിക്കണം. അപകടം മണക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് കാടുകയറുന്നു എന്ന് തോന്നുമ്പോൾ പുറത്തേക്കുള്ള വാതിലുകൾ സാവധാനം കൊട്ടിയടച്ച് ഉള്ളിലെ ശാന്തിയിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അവയ്ക്ക് നിങ്ങൾ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ആമയെപ്പോലെ സുരക്ഷിതരാകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ തേടുക. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: പ്രായോഗിക ജീവിതത്തിൽ തിരക്കുകൾക്കിടയിൽ ഇതെങ്ങനെ സാധ്യമാകും? നാം ഒരു ഗുഹയിലോ വനത്തിലോ അല്ല ജീവിക്കുന്നത്. ചുറ്റും നിറയെ കാഴ്ചകളും ശബ്ദങ്ങളും രുചികളുമുള്ള ഈ ലോകത്ത് എങ്ങനെയാണ് ഒരു കാവൽക്കാരനെപ്പോലെ ജാഗ്രത പുലർത്തുക? ബുദ്ധൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉൾക്കാഴ്ച സംവേദനങ്ങളുടെ സ്വഭാവത്തെ തിരിച്ചറിയുക എന്നതാണ്. ഒരു വസ്തുവിനെ കാണുമ്പോഴോ ഒരു ശബ്ദം കേൾക്കുമ്പോഴോ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ ഇന്ദ്രിയ കാവൽ നമുക്ക് എളുപ്പമാകും. നാം ഒരു രൂപം കാണുന്നു എന്ന് കരുതുക.
അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ആ രൂപത്തിന്റെ പൊതുവായ സ്വഭാവം. രണ്ട്, ആ രൂപത്തിന്റെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന്, നാം ഒരാളെ കാണുമ്പോൾ അത് ഒരു പുരുഷൻ എന്നോ സ്ത്രീ എന്നോ ഉള്ള പൊതുവായ കാഴ്ചയാണ്. എന്നാൽ നമ്മുടെ മനസ്സ് അവിടെ നിൽക്കാതെ അവരുടെ കണ്ണുകൾ, ചിരി, സംസാരരീതി, വസ്ത്രധാരണം എന്നിങ്ങനെ ഓരോ പ്രത്യേകതകളിലേക്കും ശ്രദ്ധ തിരിക്കുന്നു. ഈ പ്രത്യേകതകളിലാണ് ആസക്തിയോ വെറുപ്പോ ഒളിഞ്ഞിരിക്കുന്നത്. ഒരു രൂപത്തിന്റെ പ്രത്യേകതകളിൽ കുടുങ്ങിപ്പോകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ചഞ്ചലമാകുന്നത്. അവിടെയാണ് അഗ്നികൾ ആളിപ്പടരുന്നത്. അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞത് കാഴ്ചയെ ഒരു മൊത്തത്തിലുള്ള ദൃശ്യമായി മാത്രം കാണാനാണ്. അതിലെ പ്രത്യേക ഭാഗങ്ങളിലേക്ക് മനസ്സിനെ പോകാൻ അനുവദിക്കരുത്. ഒരു പൂവ് കാണുമ്പോൾ അതിനെ ഒരു പൂവായി മാത്രം കാണുക. അതിന്റെ നിറത്തിലോ മണത്തിലോ അമിതമായി ആകൃഷ്ടനായി അതെന്റേതാക്കണം എന്ന ചിന്തയിലേക്ക് പോകാതിരിക്കുക. ഇതുതന്നെയാണ് ശബ്ദത്തിന്റെയും രുചിയുടെയും കാര്യത്തിലും സംഭവിക്കേണ്ടത്. ഇതിനെയാണ് വിവേകപൂർവമായ നിരീക്ഷണം എന്ന് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന അനുഭവങ്ങൾ 3 തരത്തിലുള്ള വികാരങ്ങൾ നമ്മിൽ ഉണർത്തും. സുഖകരം, ദുഃഖകരം, നിഷ്പക്ഷമായത്. സുഖകരമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനോട് ഒട്ടുനിൽക്കാനും അത് ആവർത്തിക്കാനും നാം ആഗ്രഹിക്കുന്നു. ദുഃഖകരമായ അനുഭവത്തെ നാം ഭയപ്പെടുകയും അതിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ 2 പ്രതികരണങ്ങളും നമ്മെ അസ്വസ്ഥരാക്കുകയാണ് ചെയ്യുന്നത്. വിവേകമുള്ള ഒരാൾ ഈ അനുഭവങ്ങളെ വെറും തരംഗങ്ങളായി മാത്രം കാണുന്നു. കടലിൽ തിരമാലകൾ ഉയരുന്നതും താഴുന്നതും പോലെ ഇന്ദ്രിയാനുഭവങ്ങൾ വരികയും പോകുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുക. സന്തോഷകരമായ ഒരു കാഴ്ച കണ്ടാൽ ഇപ്പോൾ ഒരു സുഖകരമായ അനുഭവം ഉണ്ടായിരിക്കുന്നു, അത് അല്പനേരം കഴിഞ്ഞ് ഇല്ലാതാകും എന്ന് സ്വയം പറയുക. ദുഃഖകരമായ ഒന്നാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്രിയമായ അനുഭവം ഉണ്ടായിരിക്കുന്നു, അതും കടന്നുപോകും എന്ന് ബോധ്യപ്പെടുക. ഈ ബോധ്യമുണ്ടാകുമ്പോൾ നാം ഇന്ദ്രിയങ്ങളുടെ അടിമകളല്ലാതായി മാറുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഉദാഹരണമെടുത്താൽ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ നോക്കാം. നാം വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം കഴിക്കുന്നത് വിശപ്പ് മാറ്റാനല്ല, മറിച്ച് നാവിന്റെ രുചിക്കു വേണ്ടിയാണ്. ഭക്ഷണത്തിന്റെ ഗന്ധവും നിറവും രുചിയും നമ്മെ അമിതമായി സ്വാധീനിക്കുന്നു. ഈ ആസക്തി നമ്മെ കൂടുതൽ ഭക്ഷണത്തിലേക്ക് നയിക്കുകയും അവസാനം അത് ശരീരത്തിനും മനസ്സിനും ഭാരമായി മാറുകയും ചെയ്യുന്നു. ഇവിടെ ഇന്ദ്രിയ കാവൽ എന്നത് ഭക്ഷണത്തെ വെറുക്കലല്ല, മറിച്ച് ശരീരം നിലനിർത്താൻ ആവശ്യമായ ഒന്ന് എന്ന നിലയിൽ ഭക്ഷണത്തെ സമീപിക്കലാണ്. രുചിയിൽ കുടുങ്ങാതെ അതിന്റെ ഗുണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നു. മറ്റൊരു പ്രധാന മേഖലയാണ് ആധുനിക കാലത്തെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ. നാം ഫോണിലോ കമ്പ്യൂട്ടറിലോ ചിലവഴിക്കുന്ന സമയം ശ്രദ്ധിക്കുക. ഓരോ നിമിഷവും പുതിയ പുതിയ കാഴ്ചകൾ നമ്മുടെ കണ്ണിനു മുന്നിലെത്തുന്നു. ഓരോ കാഴ്ചയും ഓരോ വികാരം നമ്മിൽ ഉണർത്തുന്നു. ചിലത് നമ്മെ പ്രകോപിപ്പിക്കുന്നു, ചിലത് അസൂയപ്പെടുത്തുന്നു, ചിലത് അനാവശ്യമായ ആഗ്രഹങ്ങളുണ്ടാക്കുന്നു. ഈ വിവരങ്ങളുടെ അതിപ്രസരം നമ്മുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുകയും ധ്യാനത്തിനുള്ള ഊർജം നശിപ്പിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഓരോ തവണ നോക്കുമ്പോഴും ഞാൻ എന്തിനാണിത് നോക്കുന്നത്, ഇത് എന്റെ മനസ്സിന് ശാന്തി നൽകുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുന്നത് ഒരു വലിയ ഇന്ദ്രിയ കാവലാണ്. അനാവശ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്നത് ഒരു തരം ഉപവാസമാണ്. അത് മനസ്സിന് വലിയ ശക്തി നൽകും. പലപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മെ പ്രകോപിപ്പിക്കാറുണ്ട്. ആരെങ്കിലും നമ്മെ പരിഹസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ ശബ്ദം നമ്മുടെ കാതിലൂടെ ഉള്ളിലെത്തി വലിയൊരു വൈകാരിക വിസ്ഫോടനമുണ്ടാക്കുന്നു. ഇവിടെ നാം തോറ്റുപോകാതിരിക്കാൻ ബുദ്ധൻ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട്. ആ ശബ്ദത്തെ വെറും ശബ്ദമായി മാത്രം കാണുക. അത് കാറ്റിൽ വരുന്ന ഒരു തരംഗം മാത്രമാണ്. അതിന് അർത്ഥം നൽകുന്നത് നമ്മുടെ മനസ്സാണ്. ആ ശബ്ദത്തോട് പ്രതികരിക്കാതിരിക്കാനും പകരം ഉള്ളിൽ കരുണ വളർത്താനും ശ്രമിക്കുക. അയാൾ അജ്ഞത കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സുരക്ഷിതമാകുന്നു. മറ്റുള്ളവരുടെ വാക്കിന് നമ്മുടെ സമാധാനം നശിപ്പിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് യഥാർത്ഥ ഇന്ദ്രിയ വിജയം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ഒരാളുടെ അവസ്ഥ കെട്ടുപോകാത്ത മുറിവുകളുള്ള ഒരാളുടെ അവസ്ഥ പോലെയാണ്. ചെറിയൊരു കാറ്റേറ്റാൽ പോലും അയാൾക്ക് വേദനിക്കും. എന്നാൽ ഇന്ദ്രിയ കാവലുള്ള ഒരാൾക്ക് ഉറപ്പുള്ള ചർമ്മമുണ്ട്. അയാൾക്ക് ലോകത്തിന്റെ ആഘാതങ്ങളെ നേരിടാൻ കഴിയും. ഈ ശക്തി ലഭിക്കുന്നത് ധ്യാനത്തിലൂടെയാണ്. ധ്യാനം എന്നത് ഇന്ദ്രിയങ്ങളെ വിശ്രമിപ്പിക്കലാണ്. കണ്ണടച്ചിരിക്കുമ്പോൾ പുറംലോകം ഇല്ലാതാകുന്നില്ല, മറിച്ച് പുറംലോകവുമായുള്ള നമ്മുടെ ഇടപാടുകൾ നാം താൽക്കാലികമായി നിർത്തുന്നു. ആ നിശബ്ദതയിൽ ഇന്ദ്രിയങ്ങൾ വഴി നഷ്ടപ്പെട്ട ഊർജം തിരികെ ലഭിക്കുന്നു. നാം തിരിച്ചറിയേണ്ട മറ്റൊരു സത്യം ഇന്ദ്രിയങ്ങളുടെ അനിത്യതയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായാലും ഏറ്റവും കൈപ്പേറിയ അനുഭവമായാലും അത് നിലനിൽക്കുന്നതല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറുന്ന ഒന്നിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിന്റെ വേര്. ഈ അനിത്യതയെക്കുറിച്ച് ആഴത്തിൽ ബോധ്യപ്പെടുമ്പോൾ നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങളോടുള്ള ആവേശം കുറയും. ഇതിനെ വിരക്തി എന്നല്ല, മറിച്ച് വിവേകമെന്നാണ് വിളിക്കേണ്ടത്. ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ കുട്ടിക്ക് തോന്നുന്ന ആവേശം അത് പൊട്ടിക്കഴിയുമ്പോൾ ഇല്ലാതാകുന്നു. മുതിർന്ന ഒരാൾക്ക് ആ കളിപ്പാട്ടത്തോട് ആവേശം തോന്നാത്തത് അയാൾക്കതിന്റെ പരിമിതി അറിയാവുന്നതുകൊണ്ടാണ്. ഇതുപോലെ ലോകത്തിലെ ഇന്ദ്രിയ സുഖങ്ങളുടെ പരിമിതി തിരിച്ചറിയുന്ന ഒരാൾ സ്വാഭാവികമായും അതിൽ നിന്ന് പതുക്കെ പിന്മാറുന്നു. ഇന്ദ്രിയങ്ങളെ കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ സമാധിക്ക് അല്ലെങ്കിൽ ഏകാഗ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. മനസ്സ് അശുദ്ധമായിരിക്കുമ്പോൾ സമാധി സാധ്യമല്ല എന്ന് ബുദ്ധൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്.
അശുദ്ധിയുണ്ടാകുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ മനസ്സ് എത്രത്തോളം മലിനമായി എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് വീട് വൃത്തിയാക്കുന്നത് പോലെയാണ്. ദിവസവും നാം മുറ്റം തൂത്തുവാരാറുണ്ട്. വീടിനുള്ളിലെ പൊടി തുടച്ചു മാറ്റാറുണ്ട്. നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വൃത്തിയാക്കൽ പ്രക്രിയയാണ് ഇന്ദ്രിയ സംവരം. അനാവശ്യമായ ചിന്തകളെയും വികാരങ്ങളെയും അകറ്റി നിർത്തി മനസ്സിനെ നിർമ്മലമായി സൂക്ഷിക്കുക. ഒരു പ്രധാന കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്: ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. എന്നാൽ ലോകത്തോട് വിരക്തി കാണിക്കുകയോ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുകയോ അല്ല, മറിച്ച് ലോകത്ത് ജീവിക്കുമ്പോഴും അതിന്റെ ചതിക്കുഴികളിൽ വീഴാതെ നടക്കുക എന്നതാണ്. താമരയിലയിലെ വെള്ളം പോലെ ലോകത്തിരിക്കാൻ പഠിക്കുക. വെള്ളത്തിലാണ് താമര വളരുന്നത്, പക്ഷെ വെള്ളം ഇലയിൽ നനയുന്നില്ല. അതുപോലെ കാഴ്ചകൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, രുചികൾ അറിയുക, പക്ഷേ അവയൊന്നും നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ സ്പർശിക്കാൻ അനുവദിക്കരുത്. ഇന്ദ്രിയ കാവൽ എന്നത് ഒരുതരം ആത്മശിക്ഷണമാണ്. ഇത് പാരമ്പര്യമായി കിട്ടുന്നതല്ല, പകരം നാം ആർജിച്ചെടുക്കേണ്ടതാണ്. തുടക്കത്തിൽ ഇത് പ്രയാസകരമായി തോന്നും. മനസ്സ് വീണ്ടും വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് ഓടിപ്പോകും. എന്നാൽ ഓരോ തവണയും സ്നേഹത്തോടും ക്ഷമയോടും കൂടി മനസ്സിനെ തിരികെ കൊണ്ടുവരിക. ഇപ്പോൾ കണ്ണ് പ്രലോഭനത്തിന് വഴങ്ങുന്നു, ഇപ്പോൾ കാത് ഗോസിപ്പുകൾ കേൾക്കാൻ കൊതിക്കുന്നു എന്നിങ്ങനെ സ്വയം നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ശീലങ്ങളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. ഈ യാത്രയിൽ നമുക്ക് തുണയാകുന്നത് നമ്മുടെ ശ്വാസമാണ്. എപ്പോഴൊക്കെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞ് അസ്വസ്ഥമാകുന്നുവോ അപ്പോഴൊക്കെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് തിരിക്കുക. ശ്വാസം ഒരു നങ്കൂരമാണ്. അത് മനസ്സിനെ വർത്തമാനകാലത്ത് ഉറപ്പിച്ചു നിർത്തും. പുറത്തെ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഉള്ളിലെ ശാന്തമായ ശ്വാസത്തിലേക്ക് മടങ്ങുന്നത് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കും. ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു കാവൽക്കാരനായി മാറാൻ ശ്രമിച്ചു നോക്കൂ. ഒരിക്കൽ രോഹിതസ എന്നൊരാൾ ബുദ്ധനോട് ചോദിച്ചു: ഭഗവാനെ, ഈ ലോകത്തിന്റെ അവസാനത്തിലെത്താൻ, ദുഃഖമില്ലാത്ത ഒരിടത്തെത്താൻ സഞ്ചരിച്ചുകൊണ്ട് സാധിക്കുമോ? ബുദ്ധൻ നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ അതിരുകൾ തേടി എത്ര യുഗങ്ങൾ സഞ്ചരിച്ചാലും ലോകത്തിന്റെ അവസാനം കാണാൻ കഴിയില്ല. എന്നാൽ ഈ 6 അടി ഉയരമുള്ള ശരീരത്തിനുള്ളിൽ തന്നെ ലോകവും ലോകത്തിന്റെ ഉദയവും ലോകത്തിന്റെ അവസാനവും ലോകത്തിന്റെ അവസാനത്തിലേക്കുള്ള വഴിയും ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ലോകം എന്നത് നാം പുറത്തു കാണുന്ന മലകളും പുഴകളുമല്ല, മറിച്ച് നമ്മുടെ 6 ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന പ്രപഞ്ചമാണ്. നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാവ്, ശരീരം, മനസ്സ് എന്നീ 6 വാതിലുകൾ തുറന്നിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ലോകം നിലനിൽക്കുന്നു. ഇന്ദ്രിയങ്ങൾ നിശ്ചലമാകുമ്പോൾ, അല്ലെങ്കിൽ അവയുടെ മേലുള്ള നമ്മുടെ ആസക്തി അവസാനിക്കുമ്പോൾ ലോകം അവസാനിക്കുന്നു. ലോകത്തിന്റെ അവസാനം എന്നാൽ ദുഃഖത്തിന്റെ അവസാനമാണ്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള നിരന്തരമായ അലച്ചിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് യഥാർത്ഥ നിർവ്വാണം അല്ലെങ്കിൽ പരമമായ ശാന്തി അനുഭവിക്കാൻ കഴിയുന്നത്. ഇന്ദ്രിയകാവൽ എന്നത് കേവലം ഒരു അച്ചടക്കമല്ല, മറിച്ച് അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ്. നാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അഴുക്കുപുരണ്ടതാകുന്നു. അഴുക്കുപുരണ്ട മനസ്സിൽ സന്തോഷത്തിന് സ്ഥാനമില്ല. സന്തോഷമില്ലാത്ത ഒരാൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. സമാധാനമില്ലാത്തവന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ദർശിക്കാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഓരോ അനുഭവവും അനിത്യമാണെന്നും അവയൊന്നും നമ്മുടെ ആത്മാവിന്റെ ഭാഗമല്ലെന്നും തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ബുദ്ധൻ പറഞ്ഞതുപോലെ, കണ്ണ് നിങ്ങളുടേതല്ല, അതിനെ വിട്ടുകളയുക. രൂപങ്ങൾ നിങ്ങളുടേതല്ല, അവയെ വിട്ടുകളയുക. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ എന്റേത് എന്ന് കരുതി പിടിച്ചുവെക്കുന്നതാണ് സങ്കടത്തിന് കാരണം. ഇന്ദ്രിയകാവലില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ മാരൻ അല്ലെങ്കിൽ ദുഷ്ടശക്തികൾ വേരോട്ടമുണ്ടാക്കുന്നു. ഇവിടെ മാരൻ എന്നത് പുറത്തുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ലോഭം, വൈരാഗ്യം, മോഹം എന്നിവയാണ്. ഈ 3 അഗ്നികളാണ് ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ സമാധാനത്തെ ദഹിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയയോ ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യമോ ഒക്കെ ഈ അഗ്നിയുടെ സ്ഫുരണങ്ങളാണ്. ജാഗ്രതയുള്ള ഒരു കാവൽക്കാരൻ ഈ അഗ്നികൾ ഉള്ളിലേക്ക് കടക്കാതെ നോക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഇന്ദ്രിയജയത്തിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന്, നമ്മെ വേദനിപ്പിക്കുന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന വിരോധം ശ്രദ്ധിക്കുക. ആ വ്യക്തിയുടെ മോശം വശങ്ങൾ മാത്രം ഇന്ദ്രിയങ്ങൾ വഴി നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുപ്പ് വളരുന്നു. എന്നാൽ ബുദ്ധൻ പഠിപ്പിച്ചത്, എത്ര മോശമായ വ്യക്തിയിലും ഒരു ചെറിയ നല്ല ഗുണമെങ്കിലും ഉണ്ടാകും, അതിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ്. അവിടെ നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ബോധപൂർവം നിയന്ത്രിക്കുകയാണ്. വിദ്വേഷത്തിനു പകരം കരുണ വളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. ശത്രുതയേക്കാൾ വലിയൊരു ഭാരം മറ്റൊന്നുമില്ല. ആ ഭാരം ഇറക്കിവെക്കാൻ ഇന്ദ്രിയ ജാഗ്രത നമ്മെ സഹായിക്കുന്നു. ചിലപ്പോൾ ലോകത്തിലെ ദുഃഖങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ മാനസിക വിഷമം തോന്നാറുണ്ട്. യുദ്ധങ്ങളുടെയോ ദാരിദ്ര്യത്തിന്റെയോ വാർത്തകൾ കാണുമ്പോൾ നാം തളർന്നു പോകുന്നു. ഇതിനെ സഹതാപം മൂലമുള്ള തളർച്ച എന്ന് വിളിക്കാം. ഇവിടെയും ഇന്ദ്രിയകാവൽ ആവശ്യമാണ്. ലോകത്തിന്റെ ദുഃഖത്തെ കാണുമ്പോഴും അതിൽ മുങ്ങിപ്പോകാതെ സ്വന്തം മനസ്സിൽ കരുണയും സമചിത്തതയും നിലനിർത്താൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഊർജം ഉണ്ടാവുകയുള്ളൂ. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ദ്രിയങ്ങൾ താനേ ശാന്തമാകുന്നത് നമുക്ക് അനുഭവപ്പെടും.
ശ്വാസം പോലെ വളരെ സൂക്ഷ്മമായ ഒരു ഇന്ദ്രിയാനുഭവത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങളും കാഴ്ചകളും നമ്മെ അലോസരപ്പെടുത്താതാകുന്നു. ഈ അവസ്ഥയിൽ ലഭിക്കുന്ന ആനന്ദം ഇന്ദ്രിയ സുഖങ്ങളേക്കാൾ എത്രയോ മടങ്ങു വലുതാണ്. ഈ ആനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് പിന്നീട് ലൗകികമായ പ്രലോഭനങ്ങളോട് വലിയ താൽപ്പര്യം തോന്നില്ല. ഇതിനെയാണ് വിരക്തി എന്ന് പറയുന്നത്. ഇത് ലോകത്തോടുള്ള വെറുപ്പല്ല, മറിച്ച് ഉയർന്ന ഒരു സുഖം കണ്ടെത്തുമ്പോൾ താഴ്ന്ന സുഖങ്ങൾ ഉപേക്ഷിക്കുന്ന സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന 3 വലിയ ഗുണങ്ങളുണ്ട്. 1. ജാഗ്രത, എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു മനസ്സ്. 2. ഭക്ഷണത്തിലും മറ്റ് ആസ്വാദനങ്ങളിലും പുലർത്തുന്ന മിതത്വം. 3. ഇന്ദ്രിയങ്ങളുടെ അച്ചടക്കം. ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾക്ക് സന്തോഷവും ആനന്ദവും എപ്പോഴും കൂടെയുണ്ടാകും എന്ന് ബുദ്ധൻ സംയുക്ത നികായിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഒരു നിത്യേനയുള്ള ശുചീകരണ പ്രക്രിയ പോലെയാണ്. നമ്മുടെ വീട് എന്നും വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ മനസ്സാകുന്ന വീടിനെയും ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന അഴുക്കുകളിൽ നിന്ന് നാം ദിവസവും സംരക്ഷിക്കണം. നിർവ്വാണം എന്നത് എവിടെയോ ദൂരെയുള്ള ഒരിടമല്ല. അത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളോടുള്ള പ്രതികരണം അവസാനിക്കുന്ന അവസ്ഥയാണ്. കാഴ്ചയുണ്ട്, പക്ഷേ കാണുന്ന ആൾക്ക് അതിനോട് ആസക്തിയില്ല. ശബ്ദമുണ്ട്, പക്ഷേ കേൾക്കുന്ന ആൾക്ക് അതിനോട് വിരോധമില്ല. ഈ സമചിത്തതയാണ് പരമമായ മോക്ഷം. ഇത് നേടിയെടുക്കാൻ നാം വലിയ പണ്ഡിതന്മാരാകേണ്ടതില്ല. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചുവടിലും ഓരോ കാഴ്ചയിലും ജാഗ്രത പുലർത്തുക മാത്രം മതി. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, മറിച്ച് വിവേകമില്ലാതെ ഉപയോഗിച്ചാൽ അവ നമുക്ക് വലിയ ആപത്തുകൾ വരുത്തിവെക്കും. അവയെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്താൽ അവ നമുക്ക് ജ്ഞാനത്തിലേക്കുള്ള വാതിലുകളായി മാറും. ലോകം മാറുകയില്ല, പക്ഷേ ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ജാഗ്രത നാം തുടരേണ്ടതുണ്ട്. മനസ്സലയുമ്പോൾ അതിനെ തിരികെ കൊണ്ടുവരിക. ഇന്ദ്രിയങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ അവയെ ബോധപൂർവം പിന്തിരിപ്പിക്കുക. ഈ ചെറിയ പരിശ്രമങ്ങൾ വലിയൊരു മാറ്റത്തിനു വഴിതെളിക്കും. നിശബ്ദതയിലും ശാന്തിയിലും വസിക്കുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവും സമാധാനവും നേർന്നുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി.